കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സോളാറിൻ്റെ കമ്പനിക്കാരെ വീണ്ടും കൊച്ചിയിൽ കണ്ടുമുട്ടി. സരിതയെയും ഉമ്മൻചാണ്ടിയെയും. മുൻ മുഖ്യനെ കോടതിയിലിട്ട് നേരിട്ട് വിസ്തരിക്കാനായിരുന്നു സരിത അണിഞ്ഞൊരുങ്ങി വന്നത്. എന്നാൽ ഇപ്പോൾ അത് പറ്റില്ല എന്നതാണ് ഉത്തരവ്. അതോടെ പുറത്ത് കാത്തുനിന്നവർ നിരാശരായി. അല്ല, ഉമ്മൻചാണ്ടിയോട് ചോദിക്കാൻ 4 ചോദ്യവുമായിട്ടായിരുന്നു സരിത വന്നത്. ആ ചോദ്യങ്ങൾ എന്താണെന്നറിയാനുള്ള ആകാംക്ഷ ഒടുവിൽ നിരാശയായി. ആ നിരാശ അടുത്ത ദിവസം തന്നെ സന്തോഷമാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പ്രധാന കേസുകൾ നോക്കാം. പറഞ്ഞ വാക്ക് മാറ്റാതെ രാഷ്ട്രീയ മഹാനാകാൻ എൻ രാധാകൃഷ്ണൻ. കമലിൻ്റെ ദുഃഖത്തിൽ അണിചേർന്ന് ബേബിയും സംഘവും. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഞാൻ അടിയുറച്ച് തന്നെ നിൽക്കുകയാണ്. എല്ലാ സവിശേഷതയും ഒത്തുചേർന്ന ഒരു ഭരണാധികാരി എന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായി എന്ന് മാത്രമാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്. പ്രതിഷേധക്കാർ നടന്ന വഴിയിൽ യുവമൂർച്ചയുടെ ചാണക പ്രയോഗം. ബ്ലോഗ് എഴുതുന്ന താരങ്ങൾ മാറി നിന്നെടുത്ത് അലൻസിയർ കമലിനു വേണ്ടി റോഡിലിറങ്ങി. എന്റെ നാടിനെ കുറിച്ച് എനിക്ക് അഭിമാനം, എന്നിട്ടും എന്നോട് ചോദിക്കുന്നു നീ ആരെ? മൊബൈലിൽ പടം പിടിക്കുന്നവരെ കൊണ്ട് ക്ഷേത്രത്തിനും രക്ഷയില്ലെന്ന് യേശുദാസ്. ഇങ്ങനെ പോയാൽ പ്രാഥമിക കർമ്മത്തിന് എങ്ങനെ പോകുമെന്നും ഗാനഗന്ധർവന്റെ ചോദ്യം. എനിക്ക് തോന്നുന്നൊരു എന്തെങ്കിലും ഒരു അത്യാവശ്യമായ ഒരു കാര്യം ചെയ്യാൻ പറ്റാന്ന് വിചാരിക്കുന്നു. അപ്പോഴും ഫാമിലിയായിട്ട് വന്നാൽ പറഞ്ഞത് ശിരസ വഹിച്ച് ആസ്വാദക വൃന്ദം. ഹരിവരാസനത്തിലെ ഒരു വരിയിലെ സംശയം നമ്പൂതിരി തീർത്തു തന്ന കഥ പറഞ്ഞും ദാസേട്ടൻ. അതിൽ സംശയം ചേർത്ത് പറയുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ ഒരു പ്രമാണം കൂടെ എൻ്റെ അടുത്ത്. വിജിലൻസ് തത്തയുടെ കൊത്തു സഹിക്കാൻ പറ്റുന്നില്ലെന്ന് കെ മുരളീധരൻ. ആരെങ്കിലും കൊത്തിയില്ലെങ്കിൽ ഉറക്കം വരില്ല. UDFന്റെ മന്ത്രിമാരുടെ എല്ലാം വീടുകൾ കയറി ഇറങ്ങി. ഇന്ത്യയിലെ 2 മോദിമാരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും മുരളി സമയം കണ്ടെത്തി. CPI-ക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മുണ്ടെടുത്ത മോഡി നമുക്ക് റേഷൻ നിഷേധിച്ച ഒരു സാഹചര്യമാണ്. ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ ഇന്ത്യയിലുള്ളത് എന്നതിലൂടെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. സംവിധായകൻ കമലിൻ്റെ അവസ്ഥ തന്നെ നോക്കുക. ചലച്ചിത്ര അക്കാദമി ചെയർമാനായി പോയതിൻ്റെ പേരിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകന് ഇന്ന് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുമതിയേയില്ല. എൻ രാധാകൃഷ്ണൻ വിലക്കിട്ടു. അത് ഒരു തവണ പറഞ്ഞപ്പോൾ പാർട്ടി നയമല്ലെന്ന് BJP നേതൃത്വം പറഞ്ഞു. എന്നാൽ അതിന് പിന്നാലെ വീണ്ടും രാധാകൃഷ്ണൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാൻ വന്നിരിക്കുന്നു. എനിക്ക് കൃത്യമായ വിഷയങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഞാൻ അടിയുറച്ച് തന്നെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ 100% ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്റെ വായിൽ കുത്തിയിട്ടുണ്ട്. ഇടക്കിടക്ക് ഇളകി നിൽക്കാൻ പറ്റും. ഞാനൊരു BJP-കാരനല്ലേ, എനിക്ക് ഇടക്കിടക്ക് ഇളകി നിൽക്കാൻ പറ്റും. സംഗതി വഷളായതോടെ കമലിൻ്റെ നാട്ടിൽ തന്നെ ഒരു പ്രതിഷേധ കൂട്ടായ്മ ഒത്തുചേർന്നു. MA ബേബിയും സംവിധായകരായ ലാൽ ജോസും ആഷിഖ് അബുവും പിന്നെ ബിനോയ് വിശ്വവും VT ബൽറാമുമെല്ലാം അവിടെ അണിനിരന്നു പ്രതിഷേധിച്ചു. എങ്ങ് മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ മുന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതിന്റെ പുറത്താകുന്നു എന്ന വലിയ കവിയുടെ കാഴ്ചപ്പാടാണ് എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ ഹൃദയത്തോട് ചേർത്തുപിടിക്കുന്നത്, തങ്ങളുടെ രചനകളിലൂടെ സൃഷ്ടികളിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ ആദ്യമായി ഓർക്കേണ്ടത്. തങ്ങൾക്ക് യോജിപ്പില്ലാത്ത
ശബ്ദമുയരാൻ പാടില്ല. തങ്ങൾക്കിഷ്ടമില്ലാത്ത ഒന്നും മറ്റാരും ചെയ്യാൻ പാടില്ല. ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെയും ബഹുസ്വരതകളെയും വ്യത്യസ്തതകളെയും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മാത്രമാണ് ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകേണ്ടത് എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ കാവലാളുകളുടെ സംഗമ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ അഭിമാനത്തോടു കൂടി സംസാരിക്കുന്നത്. അപ്പൊ ഒരു പ്രത്യേക മനോഭാവത്തോടു കൂടി ചില ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണ്. ഞങ്ങൾ അംഗീകരിക്കാത്ത നിലപാടുകളും അഭിപ്രായങ്ങളും പറഞ്ഞാൽ ഞങ്ങൾ ശരിപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ശരിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഉന്മൂലനാശം ചെയ്തുകൊണ്ടാണ്. കമൽ സാറിനെ പോലെ ഒരാൾക്ക്, MT വാസുദേവൻ നായരെ പോലെ ഒരാൾക്ക് ഇവിടെ രക്ഷയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് രക്ഷ? ഞാൻ ഈ രണ്ടുപേരുടെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഈ രണ്ടുപേരുടെ കമൽ സാർ എന്ന് പറയുന്ന ആളുടെ കൂടെയാണ് ഞാൻ എൻ്റെ സിനിമയിലേക്ക് വരുന്നത്. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കാനുള്ള എന്താ പറയണ്ട ഒരു അവസരം എനിക്ക് ലഭിക്കുന്നത് കമൽ സാറിനോടൊപ്പം വർക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ആൾക്കെതിരെ ഒരാളോട് പാകിസ്ഥാനിലേക്ക് പോയിക്കോന്ന് പറഞ്ഞാൽ ഞാൻ എവിടേക്കാ പോകേണ്ടി വരാന്ന് എനിക്കറിയില്ലേ. നമ്മൾ ഇസ്രായേലിലേക്ക്, കാരണം കർത്താവ് ജനിച്ചത് ഇസ്രായേലിലായതുകൊണ്ട് ചിലപ്പോൾ അവിടേക്കായിരിക്കും പോകേണ്ടി വരിക. അപ്പം എനിക്ക് ആവേശം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാനൊന്നും അറിയില്ല. പക്ഷെ തൊട്ടടുത്ത വീട്ടിൽ അപകടം ഉണ്ടാവുന്നത് വരെ ദൂരെ പത്രത്തിൽ വായിക്കുന്ന ബസ് അപകടങ്ങളിൽ ഒരാളെ മരിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു നിരാശയുണ്ട്. ഒരാളെ മരിച്ചുള്ളൂ. ഒരു 10-15 പേര് മരിച്ചാലേ ആ വാർത്തയ്ക്കൊരു സുഖമുള്ളൂ. അപ്പോൾ കൽബുർഗി അവിടെ വെടിയേറ്റ് മരിച്ചാലും പൻസാര കൊല്ലപ്പെട്ടാലും നമ്മള് അത് കേരളത്തിനെ ബാധിക്കുന്ന വിഷയമല്ല, നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്നാണ് എല്ലാ വിഡ്ഢികളെ പോലെ ഞാനും വിചാരിച്ചത്. ഇത് കമൽ സാറിന്റെ നെഞ്ചത്തേക്ക് സാധനം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നെഞ്ചത്തേക്ക് വരുമ്പോൾ അധികം ദൂരമൊക്കെ തൊട്ടടുത്താണ്. നിങ്ങളൊന്നും ഈ രാജ്യത്ത് ജീവിക്കാൻ പാടില്ല, വേറെ രാജ്യത്ത് പോയി ജീവിക്കണമെന്ന് പറയുന്നവർ നാഥുറാം വിനായക് ഗോഡ്സെയുടെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് എന്നെനിക്ക് നിങ്ങൾക്കും അറിയാം. ആരെല്ലാമാണ് ഈ വർഗീയ ഘാതക സംഘം ലക്ഷ്യം വെക്കുന്നത്? മഹാത്മാഗാന്ധിയിൽ തുടങ്ങിയ ഈ വർഗീയ ഫാസിസ്റ്റുകളുടെ കൊലപാതക പരമ്പരകൾ എന്നിലോ നിങ്ങളിലോ ഒന്ന് അവസാനിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഉണരുകയുള്ളൂ എന്ന ചോദ്യമാണ്. ആർക്കാണ് ഇന്നത്തെ ഭരണാധികാരികളെ വിമർശിക്കാതിരിക്കാൻ സാധിക്കുക? ലോകത്ത് 195 രാജ്യങ്ങളുണ്ട് എന്നാണ് ഗൂഗിളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമുള്ള രാജ്യങ്ങൾ. അതിൽ പല ഭരണാധികാരികളുണ്ട്. അതിൽ പലരും ഏകാധിപതികളാണ്, പലരും സ്വേച്ഛാധിപതികളാണ്, പലരും അതിക്രൂരന്മാരാണ്, പലരും പൊങ്ങച്ചക്കാരാണ്, പലരും ജനദ്രോഹത്തിന്റെ നിരവധി ഗാഥകൾ രചിച്ചിട്ടുള്ളവരാണ്, പലരും സ്വന്തം ജനങ്ങളാൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടവരാണ്, പലരും ശുദ്ധ മണ്ടന്മാരാണ്. പക്ഷേ ഈ എല്ലാ സവിശേഷതയും ഒത്തുചേർന്ന ഒരു ഭരണാധികാരി എങ്ങനെ നമ്മുടെ നാട്ടിൽ ഉണ്ടായി എന്ന് മാത്രമാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്. അതാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ. ആർക്കാണ് ഇയാളെ വിമർശിക്കാൻ കഴിയാതെ പോവുക? വിമർശിച്ചുകൊണ്ടേയിരിക്കും. ആര് നാവരിഞ്ഞെടുക്കാൻ ശ്രമിച്ചാലും, ആര് നിശബ്ദരാക്കാൻ ശ്രമിച്ചാലും, ആരാട്ടിയോടിക്കാൻ ശ്രമിച്ചാലും ഈ നാട്ടിലെ പ്രബുദ്ധരായ പൗരസമൂഹം ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ നാവറിക്കാൻ വർഗീയ ശക്തികൾ വിഷക്കത്തിയുമായി വരികയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ നാവരിയാൻ വേണ്ടി ഇവർ നീട്ടുന്ന ഈ വിഷക്കത്തി പിടിച്ചെടുത്ത് ആ വിഷക്കത്തിയിലെ വിഷം തുടച്ചു കളഞ്ഞ് ഇവരുടെ വിഷപ്പല്ലെടുക്കുക, ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് സർജിക്കൽ നൈഫായിട്ട് ആ വിഷക്കത്തി ഉപയോഗിക്കുക. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ കടമ. വീണ്ടും ആവർത്തിക്കുന്നു, നമ്മൾ ഏത് തരം ഇന്ത്യയാണ് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതുകൊണ്ടാണ് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിഷയത്തിൽ മാത്രം പരിമിതമാകുന്ന
അതിനെ ചുറ്റി മാത്രമുള്ള ചർച്ചകൾ ഉയർത്തിവിടുന്ന ഒരു സംഗമമല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. നമ്മുടെ യഥാർത്ഥ ജനാധിപത്യത്തെ കുറിച്ചുള്ള സങ്കല്പത്തെ കുറിച്ചുള്ള വിശാലമായ ചർച്ചകൾ ഇവിടെ ഉയരുകയാണ്. ഇന്ത്യ എല്ലാവരുടേതുമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഒരു ലിബറൽ ഇന്ത്യ ഇവിടെ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആളുകൾക്ക് അഭിപ്രായം തുറന്നു പറയാൻ കഴിയുന്ന ഒരു ഇന്ത്യ, ഒരു ജനാധിപത്യ ഇന്ത്യ ഇവിടെ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു ഹിന്ദു പാകിസ്ഥാൻ അല്ല ഇവിടെ ഉണ്ടാകേണ്ടത്, ഒരു മതേതര ഇന്ത്യയാണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു സോഷ്യലിസ്റ്റ് ഇന്ത്യ ഇവിടെ അതിന്റെ അർത്ഥപരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടെങ്കിലും പ്രായോഗികമാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ നിലയിലുള്ള ഒരു ഇന്ത്യയെ കുറിച്ചുള്ള സങ്കല്പം ഇന്നിവിടെ വരികയാണ്. ഇത് വളരെ വ്യക്തമായ ഭീഷണിയാണ്. കമൽസാറിയുടെ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന നമുക്കെല്ലാവർക്കും കൂടുതലൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഭീഷണി സ്വന്തം വീടിന്റെ മുമ്പിലേക്ക് എത്തുന്ന അവസ്ഥ വരെ കാര്യങ്ങൾ ചെന്നെത്തുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. ഇതിന്റെ ജനപങ്കാളിത്തവും ഈ വേദിയിലിരിക്കുന്ന ഇതിൽ പങ്കെടുത്ത ആളുകളുടെ പങ്കാളിത്തവും ഒക്കെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കമലായി തന്നെ ഇവിടെ ജീവിക്കും. അതിലൊരു സംശയവും വരുത്താൻ അല്ലെങ്കിൽ വരാൻ കൊടുങ്ങല്ലൂരിലെ ജനങ്ങളെ സമ്മതിക്കില്ല. മിനിമം ഞങ്ങളേക്ക് വിട്ടേക്കുക. പരിപാടിയെല്ലാം കഴിഞ്ഞു പോകാൻ വരട്ടെ. ചെറിയൊരു കലാപരിപാടി കൂടിയുണ്ട് ഇനി. നിങ്ങളായിട്ട് വിളയാടിയ സ്ഥലം ഒന്ന് ശുദ്ധമാക്കാൻ ചിലർ വരുന്നുണ്ട്. യുവമോർച്ചയെ ചാണകവുമായിട്ടാണ് വരുന്നത്, അവിടെ മൊത്തം തളിക്കാൻ. അതും കൂടി കണ്ട് അഭിപ്രായം പറഞ്ഞിട്ട് പോയാൽ മതി. നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ആ കുടുംബത്തിന് വേണ്ടി ആവുന്ന സഹായമൊക്കെ ചെയ്യണ്ടേ? മുറ്റുമടിയും തുണിയലക്കും പാത്രം കഴുകലും ഒക്കെ ഇനി ഞാൻ ചെയ്തോളാം. ഇവിടെയും ഞാൻ നല്ല കുടുംബിനിയായിരിക്കും. അയ്യോ, മുറ്റത്തിന് വേദനയാവണ്ട. ആ ചൂല് മുറ്റത്തൊന്ന് അമർന്നു വെച്ച് മുറ്റത്തിനും ചൂലിനും കേടന്നുണ്ടാവില്ല. ആ കുട്ടിയാരെ കണ്ടൊരു പട്ടുമ്പളയും കൊടുക്കണം. കണ്ടുപിടിച്ചെത്തിച്ചല്ലോ കോലത്തേക്ക്. ഇങ്ങോട്ട് കൊണ്ട ചൂല് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് നീട്ടി അങ്ങോട്ട് അടിക്കുക. മനസ്സിലായോ? ആ കൃഷ്ണ, പരത്തിയടി ഓന്തക്കിട്ടാ വേണ്ടേ? അതിപ്പോ വേണ്ട. മനസ്സിലായില്ലേ? ഇങ്ങനെ അടിച്ചാ ചവറ് പോവില്ല. ഒറ്റകൾക്ക് റോഡിലെ ചാണകം ഇടാവൂ. കക്കൂസിലെങ്ങാനും പൊക്കൂടെ. ശവോരെ ഒട്ടിപ്പിടിച്ചിരിക്കുക. എന്നാൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറം ചാണകം തളിച്ചാലും കമലിനോടുള്ള ചെയ്ത്തിനെതിരെ പച്ചയ്ക്ക് പ്രതിഷേധിക്കാൻ ഒരാളെത്തുന്നുണ്ട്. കാസർഗോട്ടാണ് ഈ പ്രതിഷേധം അരങ്ങേറിയത്. മഹേഷിൻ്റെ പ്രതികാരത്തിലൂടെ ശ്രദ്ധേയനായ ആർട്ടിസ്റ്റ് ബേബി അഥവാ അലൻസിയർ ലോപ്പസിൻ്റെ പ്രതിഷേധം. എന്റെ നാടിനെ കുറിച്ച് എനിക്ക് അഭിമാനം, എന്നിട്ടും എന്നോട് ചോദിക്കുന്നു നീ ആരെ? ഗതിയില്ലാതെ ഉറക്കല്ലേ? ഇത് പ്രതിഷേധമല്ല, എന്റെ ഒരു പ്രതിരോധമാണ്. അമേരിക്കയിലേക്ക് വരണം. എന്നെ കൊണ്ടുപോകാനെങ്കിൽ എന്നെ കൊല്ലും. ഷർട്ടിടണം, കൈ കെട്ടണം. ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. എന്റെ പൊന്നുനായിട്ട് അവരൊക്കെ അറിയിക്കണം. ബേബി ചേട്ടനല്ലേ? ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചവനാണ്. അവിടെ ഒന്നും ഒരാൾക്ക് എന്നെ പറിച്ചു മാറ്റാൻ വേറൊരാളല്ല പറയുന്നത്. എന്തിലെടുക്ക? ഞാൻ അമേരിക്കയിലേക്ക് പോകാനാ. ഞാൻ ഇറങ്ങിയാണ്. കമാൻഡർ മഹേഷ്. രാജ്യസ്നേഹമല്ല, ആത്മാവിന്റെ സ്നേഹമാണ്. അവിടെ ഒരാളെയും പാകിസ്ഥാനിലേക്കും അമേരിക്കയിലേക്കും പറഞ്ഞുവിടാൻ അങ്ങനെ കടത്തിക്കളയാ, നാട് കടത്തിക്കളയാന്ന് പറഞ്ഞ ഫാസിസം അത് നടക്കില്ല. സുപ്രീം കോടതി എന്നെ ശിക്ഷിക്കും. അതുകൊണ്ട് അത് ഞാൻ നിർത്തുകയാണ്. ഞാനൊരു അണ്ടർവെയർ ബ്രിട്ടീഷ്
ഒരു ഗോപാലനായി ജീവിക്കുക. ഒരു ഗോപാലനായി കാലക്കി എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. നാടകത്തിലൂടെ പച്ചയായ ജീവിതം അവതരിപ്പിച്ച് സിനിമയിലെത്തി ഒറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ സ്വന്തം ബേബിയായ അലൻസിയർ കാണിച്ച ഈ പ്രതിഷേധ മാർഗം അഭിനന്ദനാർഹമാണ്. സംവിധായകൻ്റെ തൊപ്പിയണിഞ്ഞ് നിരവധി അഭിനേതാക്കൾക്ക് പേരും പെരുമയും ചാർത്തിക്കൊടുത്ത വ്യക്തിത്വമാണ് കമൽ. എന്നാൽ ഈ സംവിധായകന് നേരെ ഒരാക്രമണം ഉണ്ടായപ്പോൾ സ്ഥിരം ബ്ലോഗായിരുന്നവർ പോലും അറിഞ്ഞില്ല. വിദേശത്തായാൽ ഒന്നും അറിയാൻ പാടില്ല എന്നത് പുതിയ കണ്ടുപിടുത്തവും. അങ്ങനെ ആരും പ്രതിഷേധിക്കാൻ ധൈര്യപ്പെടാത്ത സമയത്ത് ഒരു അലൻസിയർ തന്നെ വേണ്ടി വന്നു കമലിന് വേണ്ടി തെരുവിലിറങ്ങാൻ. ഇനി ഇദ്ദേഹത്തെ എന്തൊക്കെ പറഞ്ഞാണാവോ മുദ്ര കുത്തുക എന്നത് കണ്ടറിയാം. ഒരിടവേളയിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞാൽ യേശുദാസിൻ്റെ കഥയും മുരളീധരൻ്റെ തത്തയും.